ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2007 പുറത്തിറങ്ങിയ ഏറ്റവും മികച്ച ഒരു ക്രൈം ഡ്രാമ ചിത്രമാണ് അമേരിക്കൻ ഗാങ്സ്റ്റർ. 1970കളിൽ അമേരിക്കയെ നടുക്കിയ ഫ്രാങ്ക് ലൂക്കാസ് എന്ന അധോലോക നായകന്റെയും അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ജീവൻ പണയം വെച്ച് പോരാടിയ റിച്ചി റോബർട്ട്സ് എന്ന സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറുടെയും യഥാർത്ഥ ജീവിതകഥയെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അധികാരവും പണവും കയ്യിലുണ്ടെങ്കിൽ നിയമത്തെ സ്വന്തം വിരൽത്തുമ്പിൽ നിർത്താമെന്ന് ഒരുവൻ വിശ്വസിക്കുമ്പോൾ തന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ അഴിമതിക്കെതിരെയും ഒറ്റയ്ക്ക് പോരാടാൻ മറ്റൊരാൾ ഇറങ്ങിത്തിരിക്കുകയാണ്. നമുക്ക് ഒട്ടും വൈകാതെ ഇവരുടെ ഈ കഥയിലേക്ക് കടക്കാം. സിനിമ ആരംഭിക്കുന്നത് 1968 ന്യൂയോർക്കിലെ ഹാർലം എന്ന് പറയുന്ന സ്ഥലത്താണ്. കുറ്റകൃത്യങ്ങളും ദാരിദ്ര്യവും നിറഞ്ഞ ഈ പ്രദേശത്തെ അപ്രഖ്യാപിത രാജാവായിരുന്നു ബംബി ജോൺസൺ. കറുത്ത വർഗ്ഗക്കാരുടെ സമൂഹത്തിൽ ബഹുമാനവും ഭയവും ഒരുപോലെ നേടിയെടുത്ത ഒരു ക്രൈം ബോസ്. നമ്മുടെ കഥയിലെ നായകൻ ഫ്രാങ്ക് ലൂക്കാസ് കഴിഞ്ഞ 15 വർഷമായി അയാളുടെ വിശ്വസ്തനായ ഡ്രൈവറും വലങ്കയുമാണ്. ബംബിയെ ഒരു ബോസ് എന്നതിലുപരി ഒരു പിതാവിനെ പോലെയും മെൻറോറിനെ പോലെയുമാണ് ഫ്രാങ്ക് കണ്ടിരുന്നത്. അധോലോകത്തിന്റെ നിയമങ്ങളും ബിസിനസിന്റെ രഹസ്യങ്ങളും എല്ലാം ഫ്രാങ്ക് പഠിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ്. അമേരിക്കയിലെ താങ്ക്സ് ഗിവിംഗ് ദിനത്തിൽ ഹാളമിലെ പാവപ്പെട്ടവർക്ക് സൗജന്യമായി ടർക്കി വിതരണം ചെയ്ത ശേഷം ഇരുവരും തെരുവിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അമേരിക്കൻ ബിസിനസ് രംഗത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ബംബി സംസാരിക്കാൻ തുടങ്ങുന്നത്. വലിയ കമ്പനികൾ ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട് വിപണിയിലേക്ക് കടക്കുന്നതോടെ പ്രാദേശിക കച്ചവടക്കാർ പതിയെ ഇല്ലാതെയാകുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ആ സംഭാഷണം പൂർത്തിയാക്കാൻ ബംബിക്ക് കഴിഞ്ഞില്ല. പെട്ടെന്ന് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ട അദ്ദേഹം ഫ്രാങ്കിന് മുന്നിൽ വെച്ച് മരിക്കുന്നു. ബംബിയുടെ ശവസംസ്കാരം ന്യൂയോർക്കിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. അദ്ദേഹത്തിന്റെ ചടങ്ങിൽ രാഷ്ട്രീയ നേതാക്കളും സെലിബ്രിറ്റികളും ഉന്നത ഉദ്യോഗസ്ഥരുമടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്തു. എന്നാൽ അവർക്കിടയിൽ ബംബിയുടെ മരണത്തിൽ ആത്മാർത്ഥമായി സങ്കടപ്പെടുന്ന ഒരേ ഒരു വ്യക്തി ഫ്രാങ്ക് മാത്രമായിരുന്നു. ആ ശവസംസ്കാര ചടങ്ങിലാണ് ഹാർലമിന്റെയും ന്യൂയോർക്കിലെ അധോലോകത്തിന്റെയും മറ്റു ചില പ്രധാന മുഖങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നത്. കാൻസാസ് മാഫിയയുടെ തലവനായ ഡൊമിനിക് കറ്റാനോ, ഉയർന്നു വരുന്ന ക്രിമിനൽ നിക്കി ബൺസ്, പിന്നെ ബംബിയുടെ മരണത്തോടെ ഹാർലമിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ കാത്തുനിൽക്കുന്ന ടാങ്കോ. അവിടെ നിൽക്കുന്നതിനിടയിൽ ബംബിയുടെ വില കൂടിയ മേശപ്പുറത്ത് കോസ്റ്റർ പോലും ഉപയോഗിക്കാതെ ഗ്ലാസ് വെച്ച് ടാങ്കോയ്ക്ക് ഫ്രാങ്ക് മിണ്ടാതെ ഒരു കോസ്റ്റർ നീക്കി വെക്കുന്നു. എന്നാൽ ടാങ്കോ അതൊന്നും വകവെക്കാതെ പോകുന്ന വഴിക്ക് ഒരു ലൈറ്ററും കൊണ്ടുവരാൻ പറയുന്നതോടെ അയാൾ ഇപ്പോഴും ഫ്രാങ്കിനെ ഒരു ഡ്രൈവർ മാത്രമായാണ് കാണുന്നതെന്ന് വ്യക്തമായിരുന്നു. ഇനി നമുക്ക് കഥയിലെ രണ്ടാമത്തെ പ്രധാന കഥാപാത്രത്തെ പരിചയപ്പെടാം. ന്യൂജേഴ്സി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഡിറ്റക്റ്റീവായ റിച്ചി റോബർട്ട്സ്. പോലീസുകാരനായി ജോലി ചെയ്യുമ്പോൾ തന്നെ റിച്ചി വക്കീലാകാൻ വേണ്ടി രാത്രികാലങ്ങളിൽ കഠിനമായി പഠിക്കുന്നുണ്ട്. കൈക്കൂലിയും അഴിമതിയും വിഴുങ്ങിയ ന്യൂയോർക്ക്, ന്യൂജേഴ്സി പോലീസ് ഡിപ്പാർട്ട്മെന്റുകളിലെ ഒരേ ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറാണ് റിച്ചി. ഒരു ദിവസം റിച്ചിയും പാർട്ണറായ ജെറി ബേറയും ഒരു വലിയ ഗാങ്സ്റ്ററുടെ കള്ളപ്പണം സൂക്ഷിക്കുന്ന ബുക്ക് മേക്കറുടെ താവളം നിരീക്ഷിക്കുകയാണ്. അതിനിടെയാണ് ഒരാൾ സംശയാസ്പദമായി ഒരു കാർ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് പോകുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കാറിനുള്ളിൽ എന്തോ ഉണ്ടെന്ന് സംശയിച്ച ഇരുവരും സെർച്ച് വാറന്റിന് വെയിറ്റ് ചെയ്യാതെ ഒരു റിസ്ക് എടുത്ത് ആ ഡിക്കി പരിശോധിക്കാൻ തീരുമാനിച്ചു. ആ കാറിന്റെ ഡിക്കിയിൽ കുറെ ബാഗുകളിലായി ലക്ഷക്കണക്കിന് ഡോളറുകളുടെ കള്ളപ്പണമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ആ ബാഗുകളുമായി തിരികെ സ്വന്തം വണ്ടിയിലെത്തി എന്തു ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പോലീസുകാരും അഴിമതിക്കാരാണെന്നും ഇത്രയും വലിയൊരു തുക സ്റ്റേഷനിൽ സത്യസന്ധമായി കൊണ്ടുപോയി കൊടുത്താൽ കൂടെയുള്ള പോലീസുകാർ തങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്തവരായി കാണുമെന്നും ജയ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ റിച്ചി തന്റെ ആദർശങ്ങളിൽ ഉറച്ചുകൊണ്ട് ആ പണം മുഴുവൻ സ്റ്റേഷനിൽ എത്തിച്ച് ഹാജരാക്കുന്നു. ഇതോടെ അഴിമതിക്കാരായ പോലീസുകാരുടെ കണ്ണിൽ റിച്ചി തങ്ങളുടെ ബിസിനസ് തകർക്കാൻ നടക്കുന്ന ഒരു ശത്രുവായി മാറി. ഇതേസമയം നമ്മൾ ന്യൂയോർക്ക് പോലീസിലെ സ്പെഷ്യൽ അഫയേഴ്സ് ഡിറ്റക്റ്റീവായ ട്രൂപ്പോ എന്ന ഉദ്യോഗസ്ഥനെ കാണുന്നു. പേര് സ്പെഷ്യൽ അഫയേഴ്സ് എന്നാണെങ്കിലും അവൻ ന്യൂയോർക്കിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ ഒരു പോലീസ് ഓഫീസറാണ്. റെയ്ഡുകളിൽ പിടിച്ചെടുത്ത മയക്കുമരുന്ന് എവിഡൻസ് റൂമിൽ നിന്നും മുക്കി അതിൽ പിന്നീട് മായം കലർത്തി തിരിച്ച് മാഫിയയ്ക്ക് തന്നെ വിൽക്കുന്ന ഒരു സൈഡ് ബിസിനസ്സാണ് ട്രൂപ്പോയും അവന്റെ ടീമും ചെയ്യുന്നത്. ബംബിയുടെ മരണത്തിന് ശേഷം ഹാളമിലെ അധോലോകം പൂർണ്ണമായും അസ്ഥിരമായിരുന്നു. നിയന്ത്രണമില്ലാതെ ഓരോ ഗുണ്ടകളും തങ്ങൾക്ക് തോന്നിയതുപോലെ ബിസിനസ് നടത്തുകയായിരുന്നു. ഈ അവസ്ഥ നിരീക്ഷിച്ച ഫ്രാങ്ക് പഴയ രീതികളിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യേണ്ട സമയമായെന്നും തിരിച്ചറിഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അന്നത്തെ വിയറ്റ്നാം യുദ്ധത്തിൽ നിന്നും മടങ്ങിയെത്തിയ 2 സുഹൃത്തുക്കളെ ഫ്രാങ്ക് കണ്ടുമുട്ടുന്നു. സംസാരത്തിനിടെ തായ്ലൻഡിലെ ബാങ്കോക്കിലുള്ള തന്റെ കസിൻ നെയ്റ്റിനെ കുറിച്ച് അന്വേഷിച്ച ഫ്രാങ്ക് അവിടെ ലഭിക്കുന്ന മയക്കുമരുന്നിന്റെ ക്വാളിറ്റിയെക്കുറിച്ചും കേൾക്കുന്നു. അവർ അമേരിക്കയിൽ ഉപയോഗിക്കുന്ന സാധനത്തെക്കാൾ പല മടങ്ങ് ശുദ്ധമായ പ്രോഡക്റ്റാണ് തായ്ലൻഡിൽ ലഭിക്കുന്നത്. ഇടനിലക്കാരെ ഒഴിവാക്കി ഉറവിടത്തിൽ നിന്ന് നേരിട്ട് സാധനം വാങ്ങുക. ബംബി ഒരിക്കൽ പറഞ്ഞ ആ കാര്യം ഫ്രാങ്കിന്റെ മനസ്സിലൂടെ പോയി. ഒരു ദിവസം ഫ്രാങ്ക് റെസ്റ്റോറന്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ടാങ്കോ അങ്ങോട്ടെത്തുന്നത്. അയാൾ നേരെ ഫ്രാങ്കിന്റെ മേശക്കരികിലെത്തി അവിടെ ഇനി മയക്കുമരുന്ന് വിൽക്കണമെങ്കിൽ 20% കമ്മീഷൻ നൽകണമെന്നും അതിന് തയ്യാറല്ലെങ്കിൽ തിരിച്ചു വെറും ഡ്രൈവറായി ജീവിക്കാനും പറഞ്ഞ് ടാങ്കോ അവനെ പരിഹസിച്ചു. ഇതെല്ലാം കേട്ടിട്ടും ഫ്രാങ്ക് ശാന്തനായി തന്നെ ഇരുന്നു. 20% എന്നത് ചെറിയ വിഹിതമല്ലെന്നും ബംബി പോലും ഒരിക്കലും ഇത്രയും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അവൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ ബംബി ഇപ്പോൾ ജീവനോടില്ലെന്നും ഇനി ഹാളമിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് താനാണെന്നും ടാങ്കോ അഹങ്കാരത്തോടെ മറുപടി നൽകി. കൂടുതൽ തർക്കത്തിൽ നിൽക്കാതെ ഫ്രാങ്ക് ടാങ്കോ ആവശ്യപ്പെട്ട 20%-ന് പകരം ഒരൊറ്റ നോട്ട് മാത്രം മേശപ്പുറത്ത് വെച്ചിട്ട് അവിടെ നിന്ന് പോയി. 20%. 20%. Let's go. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.
പിറ്റേ ദിവസം ബംബിയുടെ നായോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ ഫ്രാങ്കിന്റെ മനസ്സിലൂടെ കടന്നുപോകുന്നു. ഹാർലമിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെങ്കിൽ പഴയ രീതികൾ മാറ്റിവെച്ച് പുതിയൊരു വഴി കണ്ടെത്തേണ്ട സമയമായി. അങ്ങനെ അവൻ ഏഷ്യയിലെ മയക്കുമരുന്ന് വിപണിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് സാധനം നേരിട്ട് വാങ്ങി അമേരിക്കയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ വിപണിയെ മുഴുവൻ കൺട്രോൾ ചെയ്യാമെന്ന് ഫ്രാങ്ക് മനസ്സിലാക്കി. വിയറ്റ്നാം യുദ്ധം നടന്നുകൊണ്ടിരുന്ന ആ കാലത്ത് തായ്ലൻഡിൽ അമേരിക്കൻ മിലിറ്ററി ബേസ് ഉണ്ടായിരുന്നു. കാര്യങ്ങൾ നേരിട്ട് തന്നെ അറിയാൻ ഫ്രാങ്ക് തായ്ലൻഡിലെ ബാങ്കോക്ക് നഗരത്തിലേക്ക് യാത്ര തിരിക്കുന്നു. അമേരിക്കൻ ആർമിയിലുള്ള തന്റെ കസിൻ നെയ്റ്റിനെ സമീപിച്ച ഫ്രാങ്ക് അവന്റെ ഹെൽപ്പോടെ ലോക്കലായ തായ് കച്ചവടക്കാരെ കണ്ടുമുട്ടുന്നു. เป็นญาติมึงแน่นะ ของผมอยากของเมียผม ถามเลยมึงจะเอาเท่าไหร่ Tell him I want 100 keys. എത്ര സാധനം വേണമെന്ന ചോദ്യത്തിന് 100 കിലോ ശുദ്ധമായ പ്രൊഡക്റ്റാണ് തനിക്ക് വേണ്ടതെന്ന് ഫ്രാങ്ക് മറുപടി നൽകി. എന്നാൽ അത്രയും വലിയ അളവിൽ സാധനം അവരുടെ കൈവശമില്ലായിരുന്നു. വൻതോതിൽ ലഭിക്കണമെങ്കിൽ തായ്ലൻഡിലെ കാടുകളുടെ ഉള്ളിലേക്ക് പോകേണ്ടി വരുമെന്ന് നെയ്റ്റ് അറിയിക്കുന്നു. അങ്ങോട്ടുള്ള യാത്ര ജീവന് തന്നെ ഭീഷണിയാവുമെന്ന് അറിഞ്ഞിട്ടും ആ റിസ്ക് ഏറ്റെടുക്കാൻ ഫ്രാങ്ക് തീരുമാനിച്ചു. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ തായ്ലൻഡ് കാടുകളുടെ ഉള്ളിലുള്ള മയക്കുമരുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പ്രധാന താവളത്തിലെത്തുന്നു. വലിയ മാഫിയ ഗ്രൂപ്പുകളുടെയോ ഇറ്റാലിയൻ ബോസുമാരുടെയോ പിന്തുണയില്ലാതെ അമേരിക്കയിൽ നിന്ന് ഒറ്റയ്ക്ക് വന്ന് ഇത്രയും വലിയ അളവിൽ സാധനം വാങ്ങാൻ തയ്യാറായ ഫ്രാങ്കിനെ അവിടുത്തെ തലവൻ കൗതുകത്തോടെയാണ് നിരീക്ഷിച്ചത്. പണത്തിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് വ്യക്തമാക്കിയ ഫ്രാങ്ക് തന്റെ ആവശ്യവും ഉദ്ദേശവും തുറന്നു പറയുന്നു. ഫ്രാങ്കിന്റെ പേഴ്സണാലിറ്റി ഇഷ്ടപ്പെട്ട ആ തലവൻ ഒടുവിൽ ആ ഇടപാടിന് സമ്മതിച്ചു. How would you get it into the States? You ain't got to worry about that. Who do you work for in there? You ain't got to worry about that either. I mean, who you represent? Me, Who are you really? Frank Lucas, says it right there in my passport. 100 kilos into the U.S. and someone is going to allow that? That's right. My man. അങ്ങനെ ഫ്രാങ്ക് ആവശ്യപ്പെട്ട ആ 100 കിലോ അവന് ലഭിച്ചു. ഇനി ഈ സാധനം അമേരിക്കയിൽ എത്തിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അതിനുള്ള വഴിയും ഫ്രാങ്ക് കണ്ടെത്തി. നെയ്റ്റിന്റെ സൈനിക ബന്ധങ്ങൾ ഉപയോഗിച്ച് യുദ്ധത്തിൽ മരിച്ച സൈനികരുമായി മടങ്ങുന്ന എയർഫോഴ്സ് വിമാനത്തിൽ രഹസ്യമായി കടത്താനുള്ള സംവിധാനം ഒരുക്കുന്നു. ഇതേസമയം റിച്ചിയുടെ വ്യക്തിജീവിതം തകർച്ചയിലായിരുന്നു. മകന്റെ കസ്റ്റഡിയെ ചൊല്ലി മുൻ ഭാര്യയുമായുള്ള തർക്കങ്ങൾ രൂക്ഷമാവുന്നതിനിടയിൽ ഒരു വെടിവെപ്പ് കേസിൽ കുടുങ്ങിയ പാർട്ണർ ജയയെ രക്ഷിക്കാൻ റിച്ചിക്ക് ഇടപെടേണ്ടി വരുന്നു. എന്നാൽ പിന്നീട് ജയയുടെ കൈവശം നിന്നും കള്ളപ്പണവും മയക്കുമരുന്നും കണ്ടെത്തിയതോടെ അയാൾ അഴിമതിയിലും ലഹരിയിലും മുങ്ങിയെന്ന് റിച്ചിക്ക് ബോധ്യമായി. സംഭവം മൂടി വെക്കണമെന്ന ജയയുടെ അപേക്ഷ റിച്ചി തള്ളിക്കളയുകയും ഒടുവിൽ ജയ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മറുഭാഗത്ത് തായ്ലൻഡിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ആദ്യത്തെ വലിയ ചരക്ക് ഫ്രാങ്ക് കളക്ട് ചെയ്യുന്നു. അതിന്റെ ഗുണനിലവാരം പരിശോധിക്കുമ്പോൾ ഏകദേശം 100% പ്യുവറായ സാധനമായിരുന്നു. അമേരിക്കൻ വിപണിയിൽ ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം അതുവരെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫ്രാങ്ക് തന്റെ പുതിയ ഉൽപ്പന്നത്തിന് ബ്ലൂ മാജിക് എന്നാണ് പേരിടുന്നത്. വിപണിയിലുള്ള മറ്റെല്ലാ സാധനങ്ങളെക്കാളും ഇരട്ടി വീര്യവും എന്നാൽ പകുതി വിലയും. ഇതോടെ നഗരമെമ്പാടും ബ്ലൂ മാജിക് വേഗത്തിൽ ഒഴുകി തുടങ്ങി. വെറും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഫ്രാങ്കിന്റെ സാമ്രാജ്യം കുതിച്ചുയർന്നു. കോടിക്കണക്കിന് ഡോളറുകൾ സമ്പാദിച്ച അയാൾ ആരുടെയും കണ്ണിൽപ്പെടാതെ അമേരിക്കയിലെ ഏറ്റവും ശക്തരായ മയക്കുമരുന്ന് രാജാക്കന്മാരിൽ ഒരാളായി മാറി. ഇതിനിടെ റിച്ചിയുടെ പഴയ പാർട്ണറായ ജെ അമിത ഡോസ് മൂലം മരണപ്പെടുന്നു. മൃതദേഹം പരിശോധിക്കുന്നതിനിടെ ജയയുടെ ശരീരത്തിൽ നിന്ന് ഒരു പാക്കറ്റ് ബ്ലൂ മാജിക് റിച്ചിക്ക് ലഭിച്ചു. നഗരത്തിൽ അതിവേഗം പ്രചാരം നേടിക്കൊണ്ടിരുന്ന ഈ പുതിയ സാധനം റിച്ചിയുടെ ശ്രദ്ധ ആദ്യമായി പിടിച്ചുപറ്റുന്നത് അപ്പോഴാണ്. ബ്ലൂ മാജിക്കിന്റെ കടന്നുകയറ്റത്തോടെ അമേരിക്കയിലെ മയക്കുമരുന്നിന്റെ ഉപയോഗം കുത്തനെ ഉയരുകയും മരണനിരക്ക് വർദ്ധിക്കുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ഗവൺമെന്റ് ഒരു പ്രത്യേക നാർക്കോട്ടിക് സ്ക്വാഡ് രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു. അതിന്റെ ചുമതല ലഭിച്ചത് റിച്ചിക്കാണ്. അയാളുടെ സത്യസന്ധതയും അഴിമതിക്ക് വഴങ്ങാത്ത സ്വഭാവവുമായിരുന്നു അതിന് കാരണം. അന്വേഷണത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനോടൊപ്പം റിച്ചിയെപ്പോലെ തന്നെ മിസ്ഫിറ്റ്സ് ആയ സ്പിയർമാൻ ജോൺസ് അബ്രൂസോ എന്നീ സത്യസന്ധരായ ഒരു ടീമിനെയും കൂടെ കിട്ടി. മറുഭാഗത്ത് ഫ്രാങ്ക് തന്റെ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുകയാണ്. വേറൊരു സ്റ്റേറ്റിൽ സാധാരണക്കാരായി താമസിക്കുന്ന അവന്റെ കുടുംബത്തെ മൊത്തത്തിൽ ഫ്രാങ്ക് ന്യൂയോർക്കിലേക്ക് കൊണ്ടുവരുന്നു. ഇറ്റാലിയൻ മാഫിയ ചെയ്യുന്നത് പോലെ ഇതിനെ ഒരു ഫാമിലി ബിസിനസ് ആക്കുക എന്നതായിരുന്നു ഫ്രാങ്കിന്റെ ലക്ഷ്യം. എല്ലാവർക്കും താമസിക്കാനായി അവൻ വാങ്ങിച്ച ആഡംബര വീട് അമ്മയ്ക്ക് സമ്മാനമായി നൽകി. പിറ്റേ ദിവസം ഫ്രാങ്ക് തന്റെ 5 സഹോദരന്മാരെയും കൂട്ടി ഹാർലമിന്റെ തെരുവുകളിലൂടെ നടക്കുകയാണ്. യാത്രക്കിടെ തന്റെ പഴയ ബോസ് ബംബിയെക്കുറിച്ചും അദ്ദേഹത്തോടൊപ്പം ചെലവഴിച്ച 15 വർഷങ്ങളെക്കുറിച്ചും അവൻ സംസാരിക്കുന്നു. ബംബിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായെങ്കിലും ഒരു കാര്യം എപ്പോഴും ഫ്രാങ്കിന്റെ മനസ്സിലുണ്ടായിരുന്നു. ബംബിക്ക് എത്ര സ്വാധീനമുണ്ടായിരുന്നാലും ആ ബിസിനസിന്റെ പൂർണ്ണ നിയന്ത്രണം ഒരിക്കലും അദ്ദേഹത്തിന്റെ കൈകളിലായിരുന്നില്ല. അയാൾക്ക് മുകളിൽ വെള്ളക്കാരായ ബോസുമാർ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രാങ്കിന്റെ ലക്ഷ്യം തനിക്ക് മുകളിൽ വേറെ ആരും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഫ്രാങ്ക് തന്റെ സഹോദരന്മാരെ ബ്ലൂ മാജിക് നിർമ്മിക്കുന്ന രഹസ്യ ഫാക്ടറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ആ ബിസിനസ്സിലെ ഓരോ പ്രധാന ഡ്യൂട്ടീസും തന്റെ 5 സഹോദരന്മാർക്കായി വീതിച്ചു നൽകുകയും ചെയ്യുന്നു. അതിനുശേഷം ഫ്രാങ്ക് അവരെ ഒരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ സമയത്താണ് റോഡിന്റെ മറുവശത്ത് ടാങ്കോയെ ഫ്രാങ്ക് ശ്രദ്ധിക്കുന്നത്. ഒന്നും പറയാതെ ഫ്രാങ്ക് എഴുന്നേറ്റ് നേരെ ടാങ്കോയുടെ അടുത്തേക്ക് നടക്കുന്നു. താൻ മുമ്പ് നൽകിയ ബ്ലൂ മാജിക്കിന്റെ പണം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തനിക്കുള്ള 20% വിഹിതം നൽകാനും ആവശ്യപ്പെടുന്നു. എന്നാൽ അത് കേട്ട ടാങ്കോ അത് ചിരിച്ചു കളുകയായിരുന്നു. അടുത്ത നിമിഷം തന്നെ ഫ്രാങ്ക് കോട്ടിനുള്ളിൽ നിന്ന് തോക്കെടുത്ത് ടാങ്കോയുടെ തലയിലേക്ക് ചേർത്ത് പിടിച്ചു. ഇത്രയും പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ വെടിവെക്കാൻ ധൈര്യമുണ്ടോ എന്ന് ടാങ്കോ ചോദിച്ചു തീരുമ്പോഴേക്കും അവിടെ മുഴങ്ങി വെടി. You gonna shoot me
In front of everybody, what you gonna do, Frank? Huh? Come on. ഹാർലമിന്റെ തെരുവിനെ നടുക്കിയ കൊലപാതകമായിരുന്നു അത്. എന്നാൽ ഫ്രാങ്കിന്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. ശാന്തമായി ടാങ്കോയുടെ പോക്കറ്റിൽ നിന്ന് തനിക്കുള്ള പണമെടുത്ത ശേഷം തിരികെ റെസ്റ്റോറന്റിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ തന്റെ സഹോദരന്മാരുമായുള്ള സംസാരം തുടരുകയും ചെയ്തു. ആ നിമിഷത്തോടെ ഹാർലമിന്റെ യഥാർത്ഥ അധികാരം ആരുടെ കൈകളിലാണെന്ന് എല്ലാവർക്കും വ്യക്തമായി. ഇതേസമയം റിച്ചിയും പുതിയ ടീമും ബ്ലൂ മാജിക്കിന്റെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിക്കുന്നു. തെരുവുകളിൽ നിന്ന് കിട്ടിയ സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് വിപണിയിലുള്ള മറ്റ് പ്രൊഡക്ട്സിനേക്കാളും ഇരട്ടി വീര്യമുള്ളതും എന്നാൽ വില പാതി മാത്രമാണെന്നും കണ്ടെത്തി. ഇത്രയും ഹൈ ക്വാളിറ്റി സാധനം ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്ന അദൃശ്യനായ ബോസ് ആരാണെന്ന ചോദ്യമാണ് അവർക്കുള്ളത്. മറുഭാഗത്ത് ഫ്രാങ്ക് തന്റെ പുതിയ ലക്ഷറി നൈറ്റ് ക്ലബിന്റെ ഉദ്ഘാടനം ആഘോഷിക്കുകയാണ്. നഗരത്തിലെ പ്രമുഖരായ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അതിൽ മിസ് പോർട്ടോറിക്കോ ആയ ഈവ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളെ അപ്പോൾ തന്നെ ഫ്രാങ്ക് നോട്ടീസ് ചെയ്തിരുന്നു. എന്നാൽ അവിടെ വെച്ച് മറ്റൊരു കാര്യം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തന്റെ അനിയൻ ഹ്യൂയി തിളക്കമേറിയ ആഡംബര വസ്ത്രങ്ങളും ധരിച്ചു നിൽക്കുവാണ്. ഇത് ഫ്രാങ്കിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഉടൻ തന്നെ ഹ്യൂയിയെ ഒരു മുറിയിലേക്ക് വിളിച്ചു മാറ്റി ആഡംബര ജീവിതം പ്രദർശിപ്പിച്ച് പോലീസിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റരുതെന്ന് താക്കീത് ചെയ്യുന്നു. താങ്കൾ എപ്പോഴും ലോ പ്രൊഫൈലായി തുടരണമെന്നും അല്ലാത്ത പക്ഷം അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അവൻ മുന്നറിയിപ്പ് നൽകി. പിന്നീട് ക്ലബിൽ നിന്ന് മടങ്ങുന്നതിനിടെ ഈവയെ വീണ്ടും കണ്ടുമുട്ടിയ ഫ്രാങ്ക് അവളുമായി പരിചയപ്പെടുന്നു. ആ കൂടിക്കാഴ്ചയാണ് പിന്നീട് ഇരുവരുടെയും ബന്ധത്തിന് തുടക്കമാവുന്നത്. അടുത്ത ദിവസം റിച്ചിക്ക് ഒടുവിൽ വക്കീൽ ലൈസൻസ് ലഭിക്കുന്നു. അതേസമയം ഒരു കാർ വാഷ് കേന്ദ്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് വിതരണ ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ അയാളുടെ ടീമിന് ലഭിച്ചു. അവിടുത്തെ ഡീലർമാർ എങ്ങനെ സാധനം വിതരണം ചെയ്യുന്നുവെന്നതും അവർ മനസ്സിലാക്കുന്നു. ഓപ്പറേഷനിലേക്ക് നേരിട്ട് കടക്കാൻ റിച്ചി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് $20,000 വാങ്ങി ഒരു കസ്റ്റമറുടെ വേഷത്തിൽ കാർ വാഷ് കേന്ദ്രത്തിലെത്തി. റിച്ചി ഓർഡർ ചെയ്ത ബ്ലൂ മാജിക്കിനുള്ള പണം കൈപ്പറ്റിയ ഡീലർ അടുത്ത ദിവസം സാധനം നൽകാമെന്ന് ഉറപ്പ് നൽകിയ ശേഷം അവിടുന്ന് പണവുമായി യാത്രയിരിക്കുന്നു. ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ റിച്ചിയും സംഘവും അവനെ ഫോളോ ചെയ്തു. എന്നാൽ പിന്തുടരൽ ന്യൂജേഴ്സിയുടെ അതിർത്തി കടന്ന് ന്യൂയോർക്ക് സിറ്റിയിലെത്തുന്നു. അവിടെ ന്യൂജേഴ്സി പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഔദ്യോഗിക അധികാരം ഇല്ലായിരുന്നെങ്കിലും അത്രയും വലിയ രൂപ ഡിപ്പാർട്ട്മെന്റിന് നഷ്ടപ്പെടാതിരിക്കാൻ റിച്ചി ആ വണ്ടിയെ ഫോളോ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തു. അവനെ പിന്തുടർന്നൊടുവിൽ ഒരു കോഫി ഷോപ്പിന്റെ മുന്നിലെത്തുന്നു. എന്നാൽ അവന് പിന്നാലെ നമ്മൾ നേരത്തെ കണ്ട ആ ഡിറ്റക്റ്റീവ് ട്രൂപ്പോയും സംഘവും അവിടെ എത്തി. അവർ ഡീലറെ ഭീഷണിപ്പെടുത്തി ആ രൂപ അടങ്ങിയ ബാഗ് കൈക്കലാക്കി പുറത്തേക്ക് വരുന്നു. ഇത് കണ്ട് റിച്ചി നേരെ ട്രൂപ്പോയെ സമീപിച്ച് ആ പണം ഔദ്യോഗിക അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും അത് തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ടു. ബാഗിലെ നോട്ടുകളിൽ പോലീസിന്റെ മാർക്കിംഗ് കണ്ടതോടെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ആ പണം തിരികെ നൽകിയെങ്കിലും അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ട്രൂപ്പോ റിച്ചിക്ക് ഒരു മുന്നറിയിപ്പ് നൽകി. ഇനി തന്റെ അനുവാദമില്ലാതെ ന്യൂയോർക്ക് സിറ്റിയിൽ കാലുവെച്ച് പോകരുതെന്ന്. അതിനുശേഷം ട്രൂപ്പോ അവിടെ നിന്ന് പോകുമ്പോൾ അവൻ ഓടിച്ചിരുന്ന വണ്ടി ഒരു പോലീസുകാരന്റെ സാലറിയിൽ ഒതുങ്ങുന്നതല്ലെന്ന് റിച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. മറുവശത്ത് ഫ്രാങ്കിന്റെ ബിസിനസ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തായ്ലൻഡിൽ നിന്ന് വീണ്ടും വൻതോതിൽ മയക്കുമരുന്ന് എത്തിക്കുകയും സഹോദരന്മാരുടെ സഹായത്തോടെ അത് നഗരമൊട്ടാകെ വിതരണം ചെയ്യുകയും ചെയ്തു. ഹാർലമിലെ വിപണി ഏതാണ്ട് പൂർണ്ണമായും അയാളുടെ കൺട്രോളിലായിരുന്നു. ഒരു ദിവസം ഫ്രാങ്കിന്റെ വീട്ടിൽ നടന്ന പാർട്ടിക്കിടെ അനിയൻ ഹ്യൂവിയുടെ ഡ്രൈവറും ഫ്രാങ്കിന്റെ കസിനുമായ ജിമ്മി മദ്യലഹരിയിൽ ഒരു ഓഫ് ഡ്യൂട്ടി പോലീസ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർക്കുന്നു. പോലീസിന്റെ ശ്രദ്ധ തന്റെ ബിസിനസ്സിലേക്ക് വരുന്നത് സഹിക്കാത്ത ഫ്രാങ്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജിമ്മിയെ മർദ്ദിക്കുകയാണ്. ഫ്രാങ്കിന്റെ ഈ മുഖം കണ്ടു നിൽക്കുന്ന ഈവ ഭയന്നു പോകുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫ്രാങ്കിനും ഈവയ്ക്കും ഇറ്റാലിയൻ മാഫിയയുടെ വലിയ ബോസായ ഡൊമിനിക് കറ്റാനോയുടെ ഒരു ക്ഷണം ലഭിക്കുന്നു. അവിടെ എത്തിയ ഫ്രാങ്കിനോട് വിപണിയിൽ ഒരാൾ മാത്രം കുത്തക നിലനിർത്തുന്നത് അപകടകരമാണെന്നും ബ്ലൂ മാജിക് തങ്ങൾക്ക് ഹോൾസെയിലായി നൽകണമെന്നും ആവശ്യപ്പെടുന്നു. പകരമായി അമേരിക്കയിൽ ഉടനീളം സാധനം എത്തിക്കാമെന്നും ബിസിനസ്സിന് സംരക്ഷണവും സമാധാനവും ഉറപ്പു നൽകാമെന്നും അയാൾ പറയുന്നു. ഫ്രാങ്ക് ആ ഓഫർ സ്വീകരിച്ചെങ്കിലും കറ്റാനോ പ്രതീക്ഷിച്ചതിലും വലിയൊരു തുകയാണ് വിലയായി ആവശ്യപ്പെട്ടത്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കറ്റാനോ അത് സമ്മതിക്കുകയും ചെയ്തു. അവിടെ നിന്ന് മടങ്ങുമ്പോൾ കറുത്തവർഗക്കാരനായ ഫ്രാങ്കിനെയും പോർട്ടോറിക്കക്കാരിയായ അവളെയും പുച്ഛത്തോടെയാണ് ആ മാഫിയക്കാർ കണ്ടതെന്ന് ഈവ ഫ്രാങ്കിനോട് പറയുന്നു. എന്നാൽ ഇനി മുതൽ അവർ തങ്ങൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്യാൻ പോകുന്നതെന്ന് ഫ്രാങ്ക് അവളെ അറിയിക്കുന്നു. വർഷം 1971 റിച്ചി ഹാർലമിലെ പ്രധാന ക്രിമിനൽസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കുകയാണ്. നമ്മൾ മുൻപ് കണ്ട പലരും റിച്ചിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലും ആരെയും നേരിട്ട് ബ്ലൂ മാജിക്കിലേക്ക് കണക്ട് ചെയ്യുന്ന തെളിവുകൾ ലഭിച്ചിരുന്നില്ല. അതിനിടെയാണ് ന്യൂയോർക്കിൽ ചരിത്രപ്രശസ്തമായ മുഹമ്മദ് അലി വേഴ്സസ് ജോ ഫ്രൈസറിന്റെ ബോക്സിംഗ് മത്സരം നടക്കുന്നത്. നഗരത്തിലെ പ്രമുഖ മാഫിയ തലവന്മാരും കുറ്റവാളികളും അവിടെ എത്തുമെന്ന് അറിയാവുന്ന റിച്ചി ഒരു ഫോട്ടോഗ്രാഫറിന്റെ വ്യാജേന അവരെ നിരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ആ മത്സരം കാണാൻ ഫ്രാങ്കും തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഈവ $50,000 വില വരുന്ന ചിഞ്ചിലയുടെ രോമം കൊണ്ടുണ്ടാക്കിയ ഒരു ആഡംബര കോട്ട് അവന് സമ്മാനമായി നൽകുന്നത്. ഫ്രാങ്ക് ഒന്നും അടിച്ചെങ്കിലും അവളുടെ നിർബന്ധം കാരണം ഒടുവിൽ തന്റെ ആഡംബരമില്ലാതെ ലോ പ്രൊഫൈലായി നടക്കണമെന്ന നിയമം ഉപേക്ഷിച്ച് അത് ധരിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഫ്രാങ്കോ ഇവയും മത്സരവേദിയിലേക്ക് ഒരു ലിമോസിൻ കാറിൽ എത്തിച്ചേരുന്നു. മാഫിയ ബോസ് ഡൊമിനിക് കത്താനോ ഫ്രാങ്കിനോട് സൗഹൃദത്തോടെ സംസാരിക്കുന്നതും അതിനു പുറമെ കറ്റാനയേക്കാൾ മുൻനിരയിലുള്ള VIP സീറ്റിലിരിക്കുന്ന ഫ്രാങ്കിന് മത്സരത്തിന് മുമ്പ് മുഹമ്മദ് അലി പോലും കൈകൊടുക്കുന്നത് അവിടെയുള്ള റിച്ചിയുടെ കണ്ണിൽപ്പെട്ടു. അതേസമയം അവിടെ പങ്കെടുക്കാൻ വന്ന ഡിറ്റക്റ്റീവ് ട്രൂപ്പോയും തങ്ങളിതുവരെയും കേൾക്കാത്തതും തങ്ങൾക്കിതുവരെയും കൈക്കൂലി തരാത്തതുമായ ഈ കറുത്ത വർഗ്ഗക്കാരൻ ആരാണെന്ന് അത്ഭുതപ്പെടുന്നു. പിറ്റേ ദിവസം റിച്ചി ഓഫീസിലെത്തി തന്റെ ടീമിനെ വിളിച്ച് ഫ്രാങ്കിന്റെ ചിത്രം കാണിച്ചുകൊണ്ട് ഇവൻ ആരാണെന്ന് തിരയുമ്പോൾ അവർക്ക് ആർക്കും ഒരു പിടുത്തവുമില്ലായിരുന്നു.
ചിലർ അവനെ സാധാരണ സപ്ലയറായി കരുതുമ്പോൾ ആ മത്സരവേദിയിലെ സ്വാധീനം കണ്ട റിച്ചിക്ക് അവൻ അതിലും വലിയ ആരോ ആണെന്ന് ഉറപ്പായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഫ്രാങ്കും ഇവയും വലിയൊരു പള്ളിയിൽ വെച്ച് വിവാഹിതരാകുന്നു. ചടങ്ങ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ട്രൂപ്പോയും സംഘവും അവരെ തടയുന്നു. അധോലോക ബിസിനസ് വളർന്നിട്ടും ഇതുവരെ അവർക്ക് കൈക്കൂലി നൽകിയിട്ടില്ലെന്ന് ഓർമ്മിപ്പിച്ച ട്രൂപ്പോ ഇനി മുതൽ മാസം $10,000 നൽകണമെന്ന് ഭീഷണിപ്പെടുത്തി. ഈ സംഭവം ഫ്രാങ്കിനെ രോഷത്തിലാക്കുന്നുണ്ട്. ഇത്രയും കാലം രഹസ്യമായി നടത്തിയിരുന്ന ബിസിനസ് ഒരു വസ്ത്രധാരണം കാരണം പുറത്തായതിൽ നിരാശനായി. വീട്ടിലെത്തിയ ഫ്രാങ്ക് ആ കോട്ടെടുത്ത് തീയിലിടുന്നു. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ രാത്രി ഇങ്ങനെയായതിൽ ഈവ ഡിസപ്പോയിന്റഡ് ആയി നോക്കി നിൽക്കുന്നുണ്ട്. ഇതേസമയം റിച്ചിയും സംഘവും ഫ്രാങ്കിനെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ കണ്ടെത്തുന്നു. ഹാളമിലെ ബോസ് ബംബി ജോൺസന്റെ മുൻ ഡ്രൈവറായിരുന്നു അവൻ. ഇപ്പോൾ അയാളുടെ 5 സഹോദരന്മാരാണ് നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത്. ഫ്രാങ്ക് മറ്റ് ഗാങ്സ്റ്റർമാരെ പോലെ അല്ലെന്നും വളരെ ശാന്തമായും കുടുംബ കേന്ദ്രിതമായും പ്രവർത്തിക്കുന്ന വലിയ മാഫിയ ഗ്രൂപ്പുകളുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു ലോ പ്രൊഫൈൽ വ്യക്തിയാണെന്നും മനസ്സിലാക്കുന്നു. അവന്റെ ബിസിനസ് രീതികൾ ഇറ്റാലിയൻ മാഫിയയെ പോലെ ചിട്ടയായതാണെന്നും റിച്ചി ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ക്യാപ്റ്റനും സംഘവും ഇതിൽ വിശ്വസിക്കാൻ തയ്യാറല്ല. ഒരു കറുത്ത വർഗ്ഗക്കാരൻ ഒറ്റയ്ക്ക് ഇത്ര വലിയ സാമ്രാജ്യം നടത്താൻ കഴിയില്ലെന്നും ഫ്രാങ്ക് ടോപ്പിലുള്ള ഏതോ വലിയ വെള്ളക്കാരന്റെ പ്രതിനിധിയാണെന്നും അവർ കരുതുന്നു. ശക്തമായ തെളിവുകളില്ലാത്തതിനാൽ ആ സമയം നടപടിയൊന്നും എടുക്കുന്നില്ല. പിന്നീട് താങ്ക്സ് ഗിവിംഗിന്റെ ആഘോഷദിനം എത്തുന്നു. തന്നെ ഭീഷണിപ്പെടുത്തിയ ട്രൂപ്പോയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ ഫ്രാങ്ക് ഒരു ടർക്കിക്കോഴിയെ ട്രൂപ്പോയ്ക്ക് നൽകിയിട്ട് അവന്റെ ആഡംബരക്കാർ ബോംബ് വെച്ച് തകർക്കുന്നു. അന്ന് രാത്രി ഫ്രാങ്ക് തന്റെ കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് താങ്ക്സ് ഗിവിംഗിന്റെ ഡിന്നർ ആഘോഷിക്കുമ്പോൾ തെരുവിൽ ഫ്രാങ്കിന്റെ ബ്ലൂ മാജിക് ഉപയോഗിച്ച് ജനങ്ങളെ നരയിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു ദിവസം സഹോദരനായ ഹ്യൂയി ഒരു പ്രശ്നവുമായി എത്തുന്നു. നിക്കി ബാൺസ് ബ്ലൂ മാജിക് വാങ്ങി അതിൽ മിശ്രിതങ്ങൾ ചേർത്ത് അതേ പേരിൽ തന്നെ വിൽക്കുകയാണ്. ദേഷ്യത്തിൽ ഫ്രാങ്ക് ബാൺസിനെ കാണാൻ പോകുന്നു. താൻ വാങ്ങിയ സാധനം തനിക്ക് ഇഷ്ടമുള്ള പോലെ വിൽക്കാനുള്ള അവകാശമുണ്ടെന്ന് ബാൺസ് വാദിക്കുമ്പോൾ ബ്ലൂ മാജിക് എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ലെന്നും അത് ബ്രാൻഡിന്റെ പേര് കളയുമെന്നും ഫ്രാങ്ക് വ്യക്തമാക്കുന്നു. ഇനി അത് ആവർത്തിച്ചാൽ കടുത്ത പ്രതികരണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നതോടെ ബാൺസ് വഴങ്ങുന്നു. അവിടെ നിന്ന് തിരികെ പോകുന്ന വഴി ഫ്രാങ്കിന്റെ വണ്ടി പോലീസ് തടയുന്നു. ഒരു കൂസലുമില്ലായിരുന്ന ഫ്രാങ്കിനോട് പെട്ടെന്ന് ഹ്യൂയി പേടിയോടെ അറിയിച്ചു ഡിക്കിക്കുള്ളിൽ മയക്കുമരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നുവെന്ന്. അങ്ങോട്ട് കടന്നു വന്നത് ഡിറ്റക്റ്റീവ് ട്രൂപ്പോയായിരുന്നു. അവരെ വണ്ടിയിൽ നിന്നും ഇറക്കി കാർ പരിശോധിക്കുകയും അതിൽ നിന്നും സാധനം കണ്ടെത്തുകയും ചെയ്യുന്നു. അനിയന്റെ മണ്ടത്തരത്തിൽ താൻ കുടുങ്ങിപ്പോയെന്ന് മനസ്സിലാക്കിയ ഫ്രാങ്ക് ഒടുവിൽ ട്രൂപ്പോയ്ക്ക് കൈക്കൂലി നൽകാൻ സമ്മതിക്കുന്നു. അവിടുന്ന് പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന റിച്ചിയെയും സംഘത്തെയും ഫ്രാങ്ക് നോട്ടീസ് ചെയ്യുന്നുണ്ട്. തിരിച്ചു വണ്ടിയിൽ കയറിയ ഫ്രാങ്ക് അത്രയും കെയർലെസ് ആയിട്ട് വണ്ടിയിൽ സാധനം വെച്ച അനിയന്റെ തല ഇടിപ്പിച്ചുകൊണ്ട് തന്റെ ദേഷ്യം തീർക്കുന്നു. തന്റെ അന്വേഷണം എങ്ങും എത്താത്തതിൽ വലിയ നിരാശയിലായിരുന്നു റിച്ചി. ഒരു ദിവസം അവന്റെ സുഹൃത്തും മാഫിയ അംഗവുമായ ജോയ് സഡാനോ റിച്ചിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ എത്തിയ റിച്ചിയോട് അന്വേഷണം അവസാനിപ്പിച്ചാൽ വലിയൊരു തുക നൽകാമെന്ന് പറയുന്നു. തന്റെ സുഹൃത്ത് തന്നെ പണം വെച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിൽ റിച്ചിക്ക് കടുത്ത ദേഷ്യം ഉണ്ടാകുന്നു. എന്നാൽ ഇത് അവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്നും ഫ്രാങ്ക് ലൂക്കാസിനെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ലെന്നും ജോയ് സൂചിപ്പിക്കുന്നു. അങ്ങനെ ബ്ലൂ മാജിക്കുമായുള്ള അന്വേഷണത്തിൽ ആദ്യമായി ഫ്രാങ്കുമായി ഒരു ഡയറക്റ്റ് ലിങ്ക് കിട്ടുന്നത് ഇവിടെയാണ്. അന്വേഷണം അവസാനിപ്പിക്കാൻ ഇത്രയും വലിയൊരു ശ്രമം നടത്തുന്ന ഫ്രാങ്ക് തന്നെയാണ് ആ അധോലോകത്തിന്റെ കേന്ദ്രമെന്ന അവന്റെ സംശയം ഇത് ഉറപ്പിക്കുന്നു. ഓഫീസിൽ മടങ്ങിയെത്തിയ ശേഷം ഫ്രാങ്കാണ് ആ മുഴുവൻ ശൃംഖലയുടെയും കേന്ദ്രമെന്ന് ഉറപ്പിച്ച് അവന്റെ ഫോട്ടോ ബോർഡിന്റെ മുകളിലായി സ്ഥാപിക്കുന്നു. പിന്നീട് ക്രിസ്മസ് ദിനമെത്തി. ആഘോഷിക്കാൻ പുറത്തേക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ് ഫ്രാങ്ക്. ആ സമയത്തും തന്നെ നിരീക്ഷിക്കുന്ന ട്രൂപ്പയെ പോലെയുള്ള അഴിമതിക്കാരായ പോലീസുകാരെ കുറിച്ച് വളരെ പുച്ഛത്തോടെ സംസാരിക്കുന്നു. തനിക്ക് പോലീസിന് കൈക്കൂലി നൽകുന്നതിൽ യാതൊരു മടിയുമില്ലെന്നും എന്നാൽ ട്രൂപ്പോയെ പോലെയുള്ളവർ യാതൊരു നിയമങ്ങളോ കോഡുകളോ ഇല്ലാത്ത വെറുമൊരു എലികളാണെന്നും ഫ്രാങ്ക് പറയുന്നു. പിന്നീട് ഈവയോട് സംസാരിക്കുമ്പോൾ ഫ്രാങ്ക് ബംബിയുടെ അവസാന നാളുകളെക്കുറിച്ച് ഓർക്കുന്നു. പലപ്പോഴും പുറത്തിറങ്ങാൻ പോലും ഭയന്ന് വീടിനുള്ളിൽ തന്നെയായിരുന്നു ബംബി കഴിഞ്ഞിരുന്നതെന്നും തന്റെ അവസ്ഥയും അങ്ങനെ ആവുമോ എന്ന് ഫ്രാങ്ക് ഭയപ്പെടുന്നു. ക്രിസ്മസിന്റെ രാത്രിയായതിനാൽ ആഘോഷിക്കാൻ പുറത്തു പോകാമെന്ന് ഈവ നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ ഫ്രാങ്ക് സമ്മതിക്കുവാണ്. അന്ന് രാത്രി അവർ ഫ്രാങ്കിന്റെ നൈറ്റ് ക്ലബിലേക്ക് പോകാനിറങ്ങി. എന്നാൽ ക്ലബിന് മുന്നിലെത്തിയപ്പോൾ അനിയൻ ഹ്യൂയിയും നിക്കി ബാൺസും അവിടെ നിൽക്കുന്നത് കണ്ട് ഫ്രാങ്ക് വണ്ടി നിർത്താതെ മുന്നോട്ട് പോയി. വഴിമതിയെ അവരൊരു ലോക്കൽ റെസ്റ്റോറന്റിന് മുമ്പിൽ വണ്ടി നിർത്തി ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഇറങ്ങുന്നു. ഇത് ഈവയ്ക്ക് വല്ലാത്തൊരു അസംതൃപ്തി ഉണ്ടാക്കി. അവൾ കാറിനുള്ളിൽ തന്നെ കാത്തിരിക്കാൻ തീരുമാനിച്ചു. റോഡരികിൽ സംശയാസ്പദമായ രീതിയിൽ ഒരു വണ്ടി കിടക്കുന്നത് അപ്പോഴാണ് ഫ്രാങ്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപകടം മണത്ത ഫ്രാങ്ക് പെട്ടെന്ന് തന്നെ കാറിന് നേരെ ഓടി. ആ നിമിഷം ആ സംശയാസ്പദമായ കാറിൽ നിന്നും ഫ്രാങ്കിനും ഈവയ്ക്കും നേരെ വൻതോതിൽ വെടിയുതിർക്കാൻ തുടങ്ങി. ജീവൻ രക്ഷപ്പെട്ടെങ്കിലും ഫ്രാങ്കിന്റെ കൈക്ക് വെടിയേറ്റു. പരിക്കേറ്റ ഫ്രാങ്ക് തന്റെ അപ്പാർട്ട്മെന്റിൽ തിരിച്ചെത്തി ഒരു ഡോക്ടറെ വരുത്തി ചികിത്സ തേടുന്നു. ബ്ലൂ മാജിക്കിന്റെ പേര് മാറ്റി വിൽക്കാൻ പറഞ്ഞ ദേഷ്യത്തിൽ നിക്കി ബാൺസ് തന്ന പണിയാണോ എന്ന് അനിയൻ ഹ്യൂബി സംശയം പ്രകടിപ്പിച്ചു. ഫ്രാങ്ക് വളരെ ശാന്തനായി തന്റെ സഹോദരന്മാരോട് ക്രിസ്മസ് ആഘോഷിക്കാൻ തങ്ങളുടെ വീടുകളിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. 1973 ജാനുവരി. ആ സമയത്ത് റിച്ചിയെ കാണാൻ ട്രൂപ്പോ എത്തുന്നു. ഫ്രാങ്കിന് നേരെ നടന്ന ആക്രമണം ഫ്രഞ്ച് കണക്ഷൻ മാഫിയ സംഘമാണ് നടത്തിയതെന്ന് അവൻ വെളിപ്പെടുത്തി. ബ്ലൂ മാജിക്കിന്റെ കടന്നുകയറ്റം കാരണം അവരുടെ ബിസിനസ് തകർന്നതിലുള്ള പ്രതികാരമായിരുന്നു അത്. തുടർന്ന് ട്രൂപ്പോ ഒരു അപ്രതീക്ഷിത നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. താൻ ഫ്രാങ്കിനെ ന്യൂയോർക്കിൽ സംരക്ഷിച്ചുകൊള്ളാമെന്നും പകരം റിച്ചി ന്യൂജേഴ്സിയിൽ ഫ്രാങ്കിന് സംരക്ഷണം നൽകണമെന്നുമായിരുന്നു അവന്റെ ആവശ്യം.
ഫ്രാങ്ക് ജീവനോടെ ഇരുന്നാൽ മാത്രമേ തങ്ങളുടെ കൈക്കൂലി വരുമാനം തുടരുകയുള്ളൂ എന്നും അയാൾ തുറന്നു പറഞ്ഞു. സംസാരത്തിനിടെ ഓഫീസിലെ അന്വേഷണ ബോർഡിൽ പതിപ്പിച്ചിരുന്ന ഫ്രാങ്കിന്റെ ചിത്രം ട്രൂപ്പോയുടെ ശ്രദ്ധയിൽപ്പെട്ടു. റിച്ചി ശരിക്കും അയാളെ അറസ്റ്റ് ചെയ്യാൻ പദ്ധതി ഇടുകയാണോ എന്ന് അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. ക്രിമിനൽസിനെ പിടികൂടുക എന്നതാണ് പോലീസിന്റെ ജോലി എന്നായിരുന്നു റിച്ചിയുടെ മറുപടി. അതോടൊപ്പം മുൻപ് ന്യൂയോർക്കിൽ വെച്ച് ട്രൂപ്പോ തനിക്ക് നൽകിയ അതേ ഭീഷണി അവൻ തിരികെ നൽകുകയും ചെയ്തു. ഇനി മുതൽ തന്നെ വിളിക്കാതെ ന്യൂജേഴ്സിയിലേക്ക് കാലുകുത്തരുതെന്ന് റിച്ചി കർശനമായി മുന്നറിയിപ്പ് നൽകി. മറുഭാഗത്ത് ഫ്രാങ്ക് ഡൊമിനിക് കറ്റാനോയെ കണ്ട് തന്റെ ഭാര്യയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തുന്നു. തനിക്ക് സംരക്ഷണം നൽകാമെന്ന് ഏറ്റ കറ്റാനോ എന്തുകൊണ്ട് ഇത് തടഞ്ഞില്ലെന്ന് ഫ്രാങ്ക് ചോദിക്കുന്നു. അവന്റെ അതിവേഗ വളർച്ച നഗരത്തിലെ എണ്ണമറ്റ ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഒന്നെങ്കിൽ ദരിദ്രനായി ജീവിച്ച് സുഹൃത്തുക്കളെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ സമ്പന്നനായി ജീവിച്ച് ശത്രുക്കളെ സൃഷ്ടിക്കുക എന്നതാണ് ഈ ജീവിതത്തിലെ ചോയ്സെന്നും കറ്റാനോ അവനെ ഓർപ്പിച്ചു. ആ വർഷം മാർച്ച് ആയതോടെ അമേരിക്കൻ ഭരണകൂടം വിയറ്റ്നാം യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ സൈന്യത്തെ ഏഷ്യയിൽ നിന്നും പൂർണ്ണമായി പിൻവലിക്കാൻ തീരുമാനിക്കുന്നു. ഈ വാർത്ത അറിഞ്ഞ ഫ്രാങ്ക് ഉടൻ തന്നെ കസിൻ നെയ്റ്റിനെ ഫോണിൽ വിളിക്കുന്നു. തനിക്ക് അവസാനമായി 2000 കിലോ കൂടി വേണമെന്ന് ഫ്രാങ്ക് ആവശ്യപ്പെടുന്നു. ഇത് അസാധ്യമാണെന്ന് നെയ്റ്റ് പറഞ്ഞിട്ടും ഫ്രാങ്ക് താൻ നേരിട്ട് ബാങ്കോക്കിലേക്ക് വരികയാണെന്ന് അറിയിക്കുന്നു. ഇതേസമയം റിച്ചിയും സംഘവും ഫ്രാങ്കിന്റെ കസിനായ ജിമ്മിയുടെ വീട് നിരീക്ഷിക്കുകയാണ്. മുൻപ് ഫ്രാങ്കിന്റെ വീട്ടിൽ നടന്ന പാർട്ടിയിൽ ആ ഓഫ് ഡ്യൂട്ടി പോലീസുകാരനെ വെടിവെച്ച അതേ ജിമ്മിയായിരുന്നു അത്. നിരീക്ഷണത്തിനിടയിൽ ജിമ്മിയുടെ ഗേൾഫ്രണ്ട് വീട്ടിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുന്നതും പിന്നാലെ വന്ന ജിമ്മി അവൾക്ക് നേരെ വെടി ഉതിർക്കുന്നതും അവർ കാണുന്നു. റിച്ചിയും സംഘവും ഉടൻ ഇടപെട്ട് ജിമ്മിയെ അറസ്റ്റ് ചെയ്തു. കുടുംബത്തെ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന ഫ്രാങ്കിനെ ഒറ്റിക്കൊടുക്കാൻ ആരും കാണുകയില്ല എന്ന് കരുതിയ റിച്ചിക്ക് കിട്ടിയൊരു സുവർണ അവസരമായിരുന്നു ജിമ്മി. അവന്റെ കാമുകിയെ വെടിവെച്ച കേസിൽ വർഷങ്ങളോളം ജയിൽ ശിക്ഷ നേരിടേണ്ടി വരുമെന്നും അന്വേഷണത്തിൽ സഹായിച്ചാൽ അതിൽ ഇളവ് ലഭിക്കാമെന്നും അവർ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ചോദ്യം ചെയ്യൽ ഫ്രാങ്ക് അറിഞ്ഞാൽ പോലീസിനോട് സഹകരിച്ചെന്ന സംശയത്തിൽ ഫ്രാങ്ക് അവനെ കൊന്നുകളയുമെന്നും പേടിപ്പിക്കുന്നു. ഫ്രാങ്ക് തന്നെ പണ്ട് മർദ്ദിച്ചത് ഓർത്ത ജിമ്മി ഒടുവിൽ സഹകരിക്കാൻ തീരുമാനിക്കുന്നു. മറുവശത്ത് ഫ്രാങ്ക് വീണ്ടും തായ്ലൻഡ് കാടുകളിലെത്തി അവിടുത്തെ തായ് തലവനെ കാണുന്നു. മിലിറ്ററി വിമാനങ്ങളുടെ സൗകര്യം ഇനി ഇല്ലാത്തതിനാൽ സാധനം ഇനി പിന്നീട് അമേരിക്കയിൽ എത്തിക്കുക അസാധ്യമാണെന്നും ബിസിനസ് ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുമ്പോൾ അതിൽ നിന്നും പിന്മാറുന്നത് തോൽവിയല്ലെന്നും ആ തലവൻ ഫ്രാങ്കിനെ ഉപദേശിക്കുന്നു. എന്നാൽ ഫ്രാങ്ക് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഭാവിയിൽ അവർ തമ്മിൽ ഇനിയും കാണുമെന്ന് ഉറപ്പു പറയുന്നു. തിരിച്ച് അമേരിക്കയിൽ ജിമ്മിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന രഹസ്യ റെക്കോർഡറിലൂടെ അടുത്ത ഷിപ്മെന്റ് എത്തുന്നതിന്റെ കോഡ് വിവരങ്ങൾ റിച്ചിയുടെ ടീമിന് ലഭിക്കുന്നു. ആ കോഡിൽ നിന്ന് കിട്ടിയ വണ്ടി നമ്പർ ഒരു വിമാനത്തിന്റേതാകാമെന്ന് റിച്ചി മനസ്സിലാക്കി. തുടർന്നുള്ള അന്വേഷണത്തിൽ അത് വിയറ്റ്നാം യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ ജഡം കൊണ്ടിരുന്ന മിലിറ്ററി വിമാനമാണെന്ന് മനസ്സിലാക്കി. ഒരു സെർച്ച് വാറന്റുമായി മിലിറ്ററി ഹാങ്ങറിൽ എത്തിയ അവർ വിമാനവും ലഗേജുകളും വിശദമായി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. നിരാശനായി നിൽക്കുന്നതിനിടെ കൊല്ലപ്പെട്ട സൈനികരുടെ ശവപ്പെട്ടികൾ വിമാനത്തിൽ നിന്ന് ഇറക്കുന്നത് റിച്ചിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഫ്രാങ്ക് മയക്കുമരുന്ന് ഇവയ്ക്കുള്ളിൽ ഒളിപ്പിച്ചിരിക്കാമെന്ന സംശയത്തിൽ അവൻ ശവപ്പെട്ടികൾ തുറക്കാൻ ഉത്തരവിടുന്നു. എന്നാൽ ആദ്യത്തെ ശവപ്പെട്ടിയിൽ നിന്ന് മൃതദേഹം മാത്രമാണ് ലഭിച്ചത്. കൂടുതൽ പരിശോധന തുടരാൻ ശ്രമിച്ച റിച്ചിയെ ഫെഡറൽ ഉദ്യോഗസ്ഥർ ശക്തമായി എതിർക്കുകയും അവിടെ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു. യുദ്ധം ചെയ്യാൻ പോയ സൈനികർ മയക്കുമരുന്നിന് അടിമകളാവുകയും അതോടൊപ്പം അതിന്റെ കള്ളക്കടത്തിൽ പങ്കെടുക്കുകയാണെന്ന് ജനമറിഞ്ഞാൽ അത് US മിലിറ്ററിക്ക് ചീത്തപ്പേരാവുമെന്നായിരുന്നു ഫെഡറൽ ഉദ്യോഗസ്ഥന്റെ വാദം. തെളിവൊന്നുമില്ലാതെ മടങ്ങേണ്ടി വന്നെങ്കിലും അന്വേഷണം അവിടെ അവസാനിച്ചില്ല. സംഘത്തിലെ ഓഫീസർ സ്പിയർമാൻ ആരുമറിയാതെ ആ ശവപ്പെട്ടികൾ കൊണ്ടുപോയ വാഹനത്തെ പിന്തുടരുകയായിരുന്നു. വിവരമറിഞ്ഞ റിച്ചി ഉടൻ തന്നെ അവന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ഈ സമയം മിലിറ്ററി വിമാന പരിശോധനയെക്കുറിച്ച് അറിഞ്ഞ ട്രൂപ്പോ ഫ്രാങ്കിന്റെ സാമ്രാജ്യം തകരാൻ പോവുകയാണെന്ന് കരുതി അവസാനമായി കുറച്ച് പണം കൂടി കൈക്കലാക്കാൻ ഒരു സെർച്ച് വാറന്റുമായി ഫ്രാങ്കിന്റെ വീട്ടിലേക്ക് എത്തുന്നു. മാഫിയക്കാർ പോലീസ് പിടിക്കുമെന്നറിയുമ്പോൾ ഒളിച്ചോടാൻ വേണ്ടി പണം മാറ്റിവെക്കുന്ന ബാഗ് കണ്ടുപിടിക്കാനായിരുന്നു അത്. വീട് മുഴുവൻ തെരഞ്ഞിട്ടും ഒന്നും കിട്ടാതിരുന്ന ട്രൂപ്പോ പുറത്തുള്ള ബംബിയുടെ നായയുടെ കൂട് ശ്രദ്ധിക്കുന്നു. ആ പാവം നായക്ക് നേരെ വെടിവെച്ച ശേഷം ആ കൂട് മാറ്റി അടിത്തറ പരിശോധിക്കുന്നു. അതിനിടയിൽ ഒളിപ്പിച്ചിരുന്ന കോടിക്കണക്കിന് ഡോളർ അടങ്ങിയ ബാഗ് ട്രൂപ്പോയും സംഘവും എടുത്തു. തായ്ലൻഡിൽ നിന്ന് തിരിച്ചെത്തിയ ഫ്രാങ്ക് തന്റെ വീട്ടിൽ നടന്ന അതിക്രമത്തെക്കുറിച്ചും തന്റെ പണം നഷ്ടമായതിനെക്കുറിച്ചും അറിയുന്നു. നിയന്ത്രണം വിട്ടൊരു തോക്കുമെടുത്ത് ട്രൂപ്പോയെ തേടിയിറങ്ങാൻ ഒരുങ്ങിയെങ്കിലും അമ്മ അവനെ തടഞ്ഞു നിർത്തുന്നു. ഒരു പോലീസുകാരനെ കൊന്നാൽ അതോടെ എല്ലാം അവസാനിക്കുമെന്ന് അമ്മ മുന്നറിയിപ്പ് നൽകി. കാരണം തങ്ങളിൽ ഒരാളെ കൊന്നാൽ ഇപ്പോൾ കൈക്കൂലി വാങ്ങിച്ച് മിണ്ടാതിരിക്കുന്ന എല്ലാ പോലീസുകാരും അവനെതിരെ തിരിയുമെന്ന് അമ്മ ഓർപ്പിച്ചു. അമ്മയുടെ ആ വാക്കുകൾ ഫ്രാങ്കിനെ ഒടുവിൽ പിന്തിരിപ്പിച്ചു. മറുഭാഗത്ത് റിച്ചിയും സംഘവും ആ ശവപ്പെട്ടികൾ എത്തിച്ച വെയർഹൌസ് നിരീക്ഷിക്കുകയാണ്. അവിടെയുള്ള ജീവനക്കാർ ശവപ്പെട്ടികൾ തുറന്ന് അതിനുള്ളിലെ രഹസ്യ അറകളിൽ നിന്ന് മയക്കുമരുന്ന് പാക്കറ്റുകൾ പുറത്തെടുക്കുന്നത് കണ്ടതോടെ ഫ്രാങ്ക് സൈനികരുടെ ശവപ്പെട്ടിയിലൂടെയാണ് സാധനം കടത്തുന്നതെന്ന് മനസ്സിലായി. അതിനിടെയാണ് ഒരു ക്ലീനിംഗ് ട്രക്ക് അവിടെ എത്തുന്നതും അതിൽ നിന്ന് ഫ്രാങ്കിന്റെ കസിൻ സ്റ്റീവ് ഇറങ്ങുന്നതും. ആ പാക്കറ്റുകൾ മുഴുവൻ ട്രക്കിലേക്ക് കയറ്റിയ ശേഷം സ്റ്റീവ് അവിടെ നിന്ന് യാത്ര തിരിച്ചു. മുഴുവൻ എവിഡൻസോടെയും മൊത്തം സംഘത്തെ പിടിക്കാൻ വേണ്ടി റിച്ചിയും സംഘവും ആ ട്രക്കിനെ തടയാതെ പിന്തുടരാൻ തീരുമാനിച്ചു. ഒടുവിൽ ട്രക്ക് എത്തുന്നത് ഫ്രാങ്കിന്റെ പ്രധാന കേന്ദ്രമായ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന് മുന്നിലായിരുന്നു. ഉടൻ തന്നെ ക്യാപ്റ്റനെ വിളിച്ച് റിച്ചി ഒരു സെർച്ച് വാറന്റും ബാക്കപ്പ് പോലീസും സംഘടിപ്പിച്ചു. അങ്ങനെ ഒരു വലിയ പോലീസ് സന്നാഹവുമായി അവർ ആ സ്ഥലം വളഞ്ഞു. റിച്ചിയുടെ ഓഫീസറായ ജോൺ ലഹരിക്കടിമയായ ഒരാളായി അഭിനയിച്ച് സെക്യൂരിറ്റിയുടെ ശ്രദ്ധ തിരിച്ചു.
അതേസമയം മറ്റുള്ള പോലീസുകാർ മുൻപോട്ട് കടന്ന് അവരെ വീഴ്ത്തുന്നു. കേന്ദ്രത്തിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോൾ പോലീസിനെ കണ്ട ക്രിമിനലുകൾ തിരിച്ചടിച്ചതോടെ അവിടെ വലിയൊരു വെടിവെപ്പ് അരങ്ങേറി. ഏറ്റുമുട്ടലിനിടയിൽ സ്റ്റീവ് വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. ഇത് കണ്ട് പേടിച്ച ഹ്യൂവി ജനലിലൂടെ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ പിന്തുടർന്ന റിച്ചി ഒടുവിൽ അവനെ കീഴടക്കി കൈവലങ്ങ് വെക്കുന്നു. ഇതൊന്നും അറിയാതെ ഫ്രാങ്ക് തന്റെ അമ്മയോടും ഭാര്യയോടും ഒപ്പം പള്ളിയിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഫ്രാങ്ക് അസ്വാഭാവികമായ ശൂന്യമായ തെരുവും മുന്നിൽ കാത്തു നിൽക്കുന്ന റിച്ചി റോബർട്ട്സിനെയാണ് കാണുന്നത്. ഇതേസമയം തന്നെ ഫ്രാങ്കിന്റെ ബാക്കി സഹോദരന്മാരും നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് പോലീസിന്റെ കയ്യിൽപ്പെടുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഫ്രാങ്കിന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. അവൻ വർഷങ്ങളായി ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്ത സാമ്രാജ്യം ഒടുവിൽ തകർന്നു വീണിരുന്നു. ഫ്രാങ്ക് ലൂക്കാസിന്റെ വിചാരണ കോടതിയിൽ ആരംഭിക്കുകയാണ്. റിച്ചി ഇപ്പോൾ വക്കീൽ ലൈസൻസ് നേടിയതിനാൽ ഈ കേസിന്റെ പ്രധാന പ്രോസിക്യൂട്ടറായി കോടതിയിൽ ഹാജരാകുന്നു. ഫ്രാങ്ക് കോടതി മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ഹാളമിലെ ജനങ്ങൾ അയാൾക്ക് വലിയ സ്വീകരണമാണ് നൽകുന്നത്. സൗജന്യമായി ഭക്ഷണം നൽകി പാവങ്ങളെ സഹായിച്ച വ്യക്തി എന്ന നിലയിൽ പലർക്കും ഫ്രാങ്ക് ഇപ്പോഴും ഒരു ഹീറോ തന്നെയായിരുന്നു. തനിക്കെതിരെയുള്ള കേസുകൾ മുൻപോട്ട് വെക്കുമ്പോഴും ഫ്രാങ്കിന്റെ മുഖത്ത് ഒരു പേടിയുമില്ലായിരുന്നു. ആ കേസ് വിചാരണയുടെ ഇടവേളയിൽ റിച്ചിയും ഫ്രാങ്കും ഒരു മുറിയിൽ നേർക്കുനേർ ഇരുന്ന് സംസാരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വണ്ടിയുടെ ഡിക്കിയിൽ നിന്നും $10 ലക്ഷം കിട്ടിയിട്ടും അത് അടിച്ചു മാറ്റാതെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച സംഭവം സത്യമാണോ എന്ന് ഫ്രാങ്ക് ചോദിക്കുന്നുണ്ട്. റിച്ചിയുടെ സത്യസന്ധതയെ അവൻ അഭിനന്ദിച്ചെങ്കിലും ഒടുവിൽ ആ പണം അഴിമതി നിറഞ്ഞ അതേ സിസ്റ്റത്തിന്റെ കൈകളിലേക്കാണ് പോയതെന്ന് ഫ്രാങ്ക് ചൂണ്ടിക്കാട്ടുന്നു. തുടർന്ന് അന്ന് മിസ്സായി പോയതിനേക്കാളും പല മടങ്ങ് രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തുകൊണ്ട് കേസ് ഒത്തുതീർക്കാൻ ശ്രമിച്ചെങ്കിലും റിച്ചി അതിന് വഴങ്ങിയില്ല. തനിക്കെതിരെ ഡയറക്റ്റായി ലിങ്ക് ചെയ്യപ്പെടുന്ന ശക്തമായ എവിഡൻസ് ഒന്നും ഇല്ല എന്ന കോൺഫിഡൻസിലായിരുന്നു ഫ്രാങ്ക് ഇതുവരെ ഇരുന്നത്. എന്നാൽ റിച്ചി അപ്പോൾ ഒരു നിർണായക വിവരം വെളിപ്പെടുത്തി. ഫ്രാങ്കിന്റെ ബിസിനസ് പങ്കാളികളായ പല മാഫിയക്കാരും ഇപ്പോൾ തനിക്കെതിരെ സാക്ഷി പറയാൻ തയ്യാറായി നിൽക്കുകയാണ്. വർഷങ്ങളായി ഒരു കറുത്ത വർഗ്ഗക്കാരൻ തങ്ങളെക്കാൾ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തുകയിലുള്ള അസൂയയും വിരോധവും അവർക്കുണ്ടായിരുന്നു. അതിനാൽ അവസരം കിട്ടിയപ്പോൾ അവർ ഫ്രാങ്കിനെതിരെ തിരിഞ്ഞുവെന്നും റിച്ചി വ്യക്തമാക്കുന്നു. അത് കേട്ടപ്പോൾ ആദ്യമായി സ്ഥിതിഗതികൾ തന്നെ കൈവിട്ടുപോയെന്ന് ഫ്രാങ്കിന് മനസ്സിലായി. റിച്ചി അവന് മുന്നിൽ ഒരു പുതിയ നിർദ്ദേശം വെക്കുന്നു. ഫ്രാങ്കിന് തന്റെ ജയിൽ ശിക്ഷ കുറയ്ക്കണമെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള കൈക്കൂലി വാങ്ങുന്ന പോലീസുകാരുടെ മുഴുവൻ വിവരങ്ങൾ അവന് നൽകണമെന്ന് റിച്ചി ആവശ്യപ്പെടുന്നു. തന്നെ വേട്ടയാടിയ ടൂപ്പെ പോലുള്ള അഴിമതിക്കാരായ പോലീസുകാരോടുള്ള ദേഷ്യം ഫ്രാങ്കിന്റെ മനസ്സിൽ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അതിനാൽ ഫ്രാങ്ക് ആ ഓഫർ സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു. അങ്ങനെ ഫ്രാങ്കും റിച്ചിയും ഒരുമിച്ചിരുന്ന് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ അഴിമതിക്കാരായ ഓഫീസർമാരുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ ആരംഭിക്കുന്നു. ഫ്രാങ്ക് നൽകിയ കൃത്യമായ തെളിവുകളുടെയും ഡയറിക്കുറിപ്പുകളുടെയും അടിസ്ഥാനത്തിൽ ന്യൂയോർക്ക് നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റിലെ 3/4 പോലീസുകാരും അഴിമതി കേസിൽ കുടുങ്ങി ജയിലിലായി. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായ ട്രൂപ്പോ പോലീസിന്റെ പിടിയിലാവുന്നതിന് മുമ്പ് സ്വന്തം തോക്കെടുത്തെല്ലാം അവസാനിപ്പിക്കുന്നു. തുടർന്നുള്ള സംഭവങ്ങൾ സിനിമ നമ്മളോട് പറയുന്നത് സ്ക്രീനിൽ എഴുതി കാണിച്ചാണ്. കോടതി ഫ്രാങ്ക് ലൂക്കാസിന് 70 വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചത്. അയാളുടെ $250 മില്യൺ വരുന്ന കള്ളപ്പണവും സ്വത്തുക്കളും ഭരണകൂടം കണ്ടുകെട്ടി. ഫ്രാങ്കിന്റെ കുടുംബത്തിലെ 30ഓളം അംഗങ്ങൾ അറസ്റ്റിലായി. ഫ്രാങ്കിന്റെ ഭാര്യ ഈവ 1983 തിരികെ പോർട്ടോറിക്കോയിലേക്കും അമ്മ തിരിച്ച് മറു സ്റ്റേറ്റിലെ പഴയ വീട്ടിലേക്കും മടങ്ങിപ്പോയി. റിച്ചി റോബർട്ട്സ് പിന്നീട് പ്രോസിക്യൂട്ടർ പദവി രാജിവെച്ച് സ്വന്തമായ ഡിഫൻസ് വക്കീൽ പ്രാക്ടീസ് ആരംഭിക്കുന്നു. റിച്ചിയുടെ ആദ്യ ക്ലയന്റ് ഫ്രാങ്ക് ലൂക്കാസ് തന്നെയായിരുന്നു. അഴിമതിക്കാരായ പോലീസുകാരെ പിടികൂടാൻ സഹായിച്ച ഫ്രാങ്കിന്റെ സഹകരണം പരിഗണിച്ച് കോടതി പിന്നീട് അയാളുടെ 70 വർഷത്തെ ശിക്ഷ 15 വർഷമായി കുറച്ചു. വർഷം 1991. 15 വർഷത്തെ ജയിൽ ശിക്ഷ പൂർത്തിയാക്കി ഫ്രാങ്ക് പുറത്തു വരുന്നു. പ്രായമായ പഴയ സ്വാധീനമൊന്നുമില്ലാത്ത ഫ്രാങ്കിനെ സ്വീകരിക്കാൻ ജയിലിന് പുറത്ത് റിച്ചി കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇരുവരും ഹാളമിന്റെ തെരുവുകളിലൂടെ ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. കഴിഞ്ഞ 15 വർഷത്തിനിടെ ആ പ്രദേശം എത്രത്തോളം മാറിയെന്ന് റിച്ചി ഫ്രാങ്കിന് കാണിച്ചു കൊടുക്കുന്നു. ഇനി തന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ലെന്ന് ഫ്രാങ്ക് പറയുമ്പോൾ വിശന്നു മരിക്കാൻ താൻ അനുവദിക്കില്ലെന്ന് റിച്ചി തമാശയായി മറുപടി നൽകുന്നു. ഹാളമിന്റെ തെരുവുകളിലേക്ക് നോക്കിയെന്ന ഫ്രാങ്ക് ഒരു കാലത്ത് ഈ തെരുവുകൾ മുഴുവൻ തന്റെ കൺട്രോളിലായിരുന്നു എന്ന് ഓർക്കുന്നു. ഒറ്റയൊരു ഫോൺ കോൾ ചെയ്താൽ താൻ തിരിച്ചു വീണ്ടും ബിസിനസ്സിലേക്ക് എത്തുമെന്ന് ഫ്രാങ്ക് തമാശ പറയുന്നു. പുതിയ യുഗത്തിലെ വളർന്നു വരുന്ന ഗാങ്സ്റ്റർ പിള്ളേരെ ഫ്രാങ്ക് നിരീക്ഷിക്കുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ